ഇതിനുള്ളിലുള്ളത് ഞങ്ങളും കണ്ടിട്ടില്ല. ഒരു ചെറിയ ധാരണക്ക് പുറത്താണ് ഞങ്ങളിത് ഓർഡർ ചെയ്തത്. എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ബ്രഷ്കട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇംപ്ലിമെൻറ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതും ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും എത്രത്തോളം ഗുണകരമാണെന്നുള്ളത്, അതായത് നമ്മൾ ഇതുപോലുള്ള ഇംപ്ലിമെൻറ്റുകൾ പല രീതിയിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം കൂടി ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനുള്ളിലുള്ളത് ഞങ്ങളും കണ്ടിട്ടില്ല. ഒരു ചെറിയ ധാരണക്ക് പുറത്താണ് ഞങ്ങളിത് ഓർഡർ ചെയ്തത്. അപ്പം കണ്ടോ, ഡ്രിമ്മർ ഹെഡ്. നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. എന്താണ് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അയ്യോ ഉണ്ടോ, ഈ ബ്രഷ് കട്ടറിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനമൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം, ഒരു കൗതുകമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപം. ഇത് ഇങ്ങനെ രണ്ട് ചെയിൻ, അതായത് ചെയിൻസോൻ്റെ ചെയിനാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. പക്ഷേ അതേ രൂപമാണെന്നുള്ളൂ, അതുമായിട്ട് ചെറിയ സാദൃശ്യം, കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ സാദൃശ്യമുണ്ട്. ഇത് എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എത്രത്തോളം ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ടെന്നും എത്രത്തോളം സേഫ് ആണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് അറിയണമെന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 4 mm അല്ലെങ്കിൽ ഇട്ടിട്ട് അയക്കാൻ പറ്റുന്ന സിസ്റ്റം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് അയച്ചു നോക്കാം ഇതെന്താണെന്ന്. അതിന് ശേഷം മതി നമുക്കിത് വർക്ക്. ഇത് അയച്ച് നോക്കാം, എന്ത് സാധനം കിട്ടിയാലൊന്ന് അയക്കാൻ പറ്റണമെങ്കിൽ അയച്ച് നോക്കിയാലേ എന്താ സംഭവിക്കാമെന്ന് അറിയാലോ. ഇത് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. ചെയിനൊക്കെ നമ്മുടെ ചെയിൻസോൻ്റെ ആ ചെയിൻ പോലെ തോന്നുന്നുണ്ട് കണ്ടാൽ. ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നുമല്ല. ഇത് ഇങ്ങനെയൊന്നും അല്ല, ശരിക്കും ചെയിൻസോൻ്റെ ഒരു ചെറിയ രൂപസാദൃശ്യം ഉണ്ടെന്നുള്ളൂ. അതിൻ്റെ മുകളിൽ മരം മുറിക്കാനുള്ള ഒരു കത്തി പോലുള്ള ഭാഗമൊക്കെ ഉണ്ടാവും. എല്ലാം കൂടിയാണ്. അപ്പം ഞാനതൊന്ന് അഴിച്ചു നോക്കാം വിചാരിച്ച്. അഴിച്ച് നോക്കിയിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാലേ അങ്ങനെ സംഭവിക്കട്ടെ. അതേപോലെ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ ഇതൊക്കെ എന്താണെന്ന്. അതത്രേ ഉള്ളൂ ഉദ്ദേശം. ഞാനിത് എല്ലാ ഭാഗത്തും നല്ല ടൈറ്റാക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിങ്ങനെയാണ് ഇത് കുടുക്കിയിട്ടുള്ളത്. കണ്ടോ, ഇവിടെ 2 കാല് പോലെ 2 ഇത് കൊടുത്തിട്ടുണ്ട്. അത് അഴിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ 2 പിന്ന്, ചെറിയ 2 എന്താ പറയുക, രണ്ട് ഷാഫ്റ്റ് കൊടുത്തിട്ട് ഇതിലിങ്ങനെ കുടുക്കിയിട്ടേക്കാണ്. കണ്ടോ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതും അങ്ങനെ തന്നെ ആവും, മാറ്റമൊന്നും ഉണ്ടാവില്ല. അതെ, 2 ഷാഫ്റ്റ് കൊടുത്തിട്ട് അതിൽ കുടുക്കിയിട്ടേക്കാണ്. കണ്ടോ, ഇവിടെയൊക്കെ അത്ര തന്നെ കട്ടിയില്ല, ബെൽഡ് ചെയ്ത് വെച്ചതൊന്നും അല്ല. ഇത് ഇതേപോലെ അങ്ങനെ കുടുക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കണ്ടോ, ഇത് വെച്ച് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് നോക്കാം. അഴിച്ചെടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കേട്ടോ, ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാവുന്ന കേസ് തന്നെ ഉള്ളൂ. അതേപോലെ തന്നെ ടൈറ്റാക്കി വെക്കാം. അഴിച്ചെടുത്തപ്പം ഒന്നിനുള്ളായിരുന്നു ടൈറ്റ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് പുതിയ വാങ്ങി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആദ്യം അല്ലെങ്കിൽ എടുത്തിട്ടൊന്ന് ടൈറ്റ് ആയിക്കൊണ്ട് ഒരു നെട്ട് മാത്രമേ ടൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും അത്ര ടൈറ്റ് ഉണ്ടായിരുന്നില്ല, ലൂസായിരുന്നു. പെട്ടെന്ന് അഴിക്കാൻ കിട്ടി. എന്നാൽ ഞാൻ ആദ്യം അഴിക്കാൻ നോക്കിയതോ ഭയങ്കര ടൈറ്റ് ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും ടൈറ്റില്ല. അപ്പം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ചെയ്യുക.
ഇത് ടൈറ്റ് ആവണില്ല, ഇത് ടൈറ്റാണില്ല. നമ്മൾ വാങ്ങിയതിൽ ഇതൊന്നും ടൈറ്റ് ആവണില്ല. നമ്മൾ ടൈറ്റ് ആവണില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ വാഷറിലെ ഒരു അനക്കം മേളിൽ പൊന്തി നിന്നുകൊണ്ടാണ് ടൈറ്റ് ആവാഞ്ഞത്. അപ്പോൾ അത് ടൈറ്റ് ആയിട്ടുണ്ട്, എല്ലാം ഒരേപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അയച്ചിട്ട സമയത്ത് വാഷറിൽ ലേശം ഉണ്ടോ പൊങ്ങി നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. നമുക്ക് ചെയ്ത് നോക്കാനും മെഷീനിൽ ഇത് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് ഹോണ്ട മെഷീനിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. എഞ്ചിന് കിസാൻ ലെഫ്റ്റാണ്, പക്ഷേ ഹോണ്ടൻ്റെ ഗിയർ സെറ്റാണിത്. നമ്മൾ ടൈറ്റാക്കിയിട്ടുണ്ട്, നല്ല ടൈറ്റാക്കിയിട്ടുണ്ട്. മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷനൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് അത്രത്തോളം തന്നെ നല്ല ഹൈ സ്പീഡിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം സെറ്റ് ചെയ്തതിലും വർക്ക് ചെയ്യുന്നതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ നേരെ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പുല്ലുള്ള ഭാഗത്ത് വെട്ടി തുടങ്ങി. അതായത് ചെറിയ മഞ്ഞ കളറുള്ള ഒരു പൂവുണ്ടാകുന്നൊരു പുല്ലാണത്. അതേപോലെ തന്നെ സാധാ കറുകപ്പുല്ല് പോലുള്ള പുല്ലുണ്ട്. അത് നല്ല വെട്ടുന്ന സമയത്ത് ക്ലിയറായിട്ട് പോയി, ഒരു പ്രശ്നമില്ല. വൈബ്രേഷനൊന്നും കൂടുതലില്ലാതെ തന്നെ നല്ല വൃത്തിക്ക് ഞാൻ നല്ലോണം നീട്ടി വെട്ടിയിട്ടൊന്നുമില്ല. അതൊന്ന് ക്ലിയറായി കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലാണ് വെട്ടിയത്. വെട്ടിയ ഭാഗത്തൊക്കെ നല്ലോണം കറക്റ്റായിട്ടുണ്ട്, ക്ലിയറായി കിട്ടുകയും ചെയ്തു. ഈ പാടത്ത് ഒരു വിധത്തിൽ കൂടുതൽ ആ മഞ്ഞപ്പുല്ലും കറുകപ്പുല്ലുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം വീട്ടിൽ നമ്മൾ നോക്കി. ഇതിന് മുമ്പ് ഒരു ചെയിൻസോ ബ്ലേഡ് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ വെട്ടിയത് ഈ ഭാഗത്ത് തന്നെയാണ്. ചെറിയ പുല്ലുള്ള സ്ഥലത്തൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വലിയ പുല്ല്, ഹാർഡായിട്ടുള്ള പുല്ല്, കറുകപ്പുല്ല്, അതേപോലെ തന്നെ ഊരകം പോലുള്ള അങ്ങനെയുള്ള ഭാഗത്തൊന്നും ഇത് പറ്റൂല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും സാധാ ചെറിയ പുല്ലാണെങ്കിൽ നല്ല സ്പീഡിൽ മണ്ണോട് ചേർന്ന് പോകുന്നുണ്ട്. ഈ കാണുന്ന രീതിയിലുള്ള ഹാർഡായിട്ടുള്ള പുല്ലുള്ള സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ച് സ്പീഡിലൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് അത്ര തന്നെ നല്ല കട്ടിയുള്ള ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ചെറിയ പുല്ലുള്ള ഭാഗത്തൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒരു പ്രോത്സാഹനം തരിക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടും വരെ ബൈ.